എനിക്ക് പേടിയായിരുന്നു ഭരതനാട്യം തന്നെ എക്സ്പെക്ട് ചെയ്ത് വരുമോ. അവിടെ എല്ലാവരും നന്മ, സ്നേഹം, മനസാക്ഷിയിലൊക്കെയാണ് ഭരതനാട്യം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു മനസാക്ഷി ഇല്ല ഒരു എണ്ണത്തിനും. എല്ലാ പണിയും ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ മനസാക്ഷി ഇല്ലാത്ത ഒരു കുടുംബചിത്രം. അതെ അതെ. എന്തെങ്കിലും ഹെൽപ്പ് വേണോ അങ്കിൾ? ഞങ്ങളെ ലാസ്റ്റത്തെ തെറിവിളി മാത്രമാണ് മ്യൂട്ട് ചെയ്യാറുള്ളത്. വീട്ടില് കുട്ടികളൊക്കെ ഉള്ളതല്ലേ. ദൈവമേ. ഭരതൻ നായരുടെ പഴയതും മുതലും കൂടെ എങ്ങോട്ടാ? ഇത് ഭരതനാട്യത്തിന് സീക്വൽ ആണെന്നുള്ളതുകൊണ്ട് മാത്രം ഒഴിവാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങളായിരുന്നു അത്. അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ പീക്ക് അടിക്കാൻ തന്നെയായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു മാർക്കൊക്കെ വന്നപ്പോൾ പിന്നെ ആകെ പ്രശ്നങ്ങളാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാർക്ക് കൊണ്ടിട്ടാണ് ആൾക്കാർ വഴി തെറ്റി പോകണമെന്നൊക്കെ പറഞ്ഞത്. പുലിവാല ആവൂലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മള് ഭരതനാട്യം ഓഡിയൻസിനും കാണാൻ പറ്റുന്ന രീതിയിലോട്ടൊക്കെ ആക്കി. കൊലപാതകോ ഇവിടെ ഇട്ടോ? ഇന്റർവ്യൂസിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നൊക്കെ പറയുമ്പോഴും ഇടയ്ക്ക് ഡാർക്കാണ് കേട്ടോ എന്നിങ്ങനെ പറയാറുണ്ട്. ആക്ച്വലി റൈറ്റിംഗ് സ്റ്റേജിൽ ഇതിന്റെ പീക്കായിരുന്നു. എനിക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നത്. വളരെ റോ ആയിട്ട് പോകാന്നുള്ളത്. ഇതിനും റോ ആയിരുന്നു ഒറിജിനൽ. റോ ആയിരുന്നു. ഇതിനേക്കാൾ കുറെ സീനുകൾ റൈറ്റിംഗിൽ നമ്മൾ ഒഴിവാക്കി. സംഗീതമായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ഓപ്ഷൻ. സംഗീത പ്രതാപം ഇന്നും ആയതായിരുന്നു. പക്ഷെ ആ ടൈമില് ഡേറ്റ് ക്ലാഷ് ഒരുമിച്ച് വന്നപ്പോ അവൻ ആദ്യം അത് കമ്മിറ്റ് ചെയ്തിരുന്നു എന്നുള്ളതുകൊണ്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു പുള്ളി. ഇപ്പോഴും സംഗീത് ഇതിന്റെ കണ്ടന്റ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നത് ആ ഒരു വിഷമം അവന്റെ ഉള്ളില് വെച്ചോണ്ട് സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ച് ഇന്നായതായിരുന്നു. ഓരോ റീലിലും കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കണം. ഓരോ 20 മിനിറ്റിലും പുതിയ പുതിയ പരിപാടികൾ സംഭവിച്ചുകൊണ്ടിരിക്കണം. ഇതെല്ലാം നമ്മൾ പർപ്പസ്ഫുള്ളി ഡിസൈൻ ചെയ്ത് 20 മിനിറ്റിൽ ഹൈ അല്ലെങ്കിൽ എന്തെങ്കിലും ടേൺസ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. എന്തെങ്കിലും പുതിയ ക്യാരക്ടർ എൻട്രി എന്തെങ്കിലുമൊക്കെ മാറ്റം മാറിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു.